നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്ന നടൻ ദിലീപ് കുറ്റവിമുക്തനായത് കോടതി വിധി പുറത്തു വന്ന ശേഷം നടിക്ക് നീതി ലഭിച്ചുവെന്നും ദിലീപ് പണമെറിഞ്ഞ കേസിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന തരത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ നിന്നും വരുന്ന പ്രതികരണങ്ങൾ. എന്നാൽ തുടക്കം മുതൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ അനുകൂലിച്ച് സംവിധായകനും ബിഗ് ബോസ് താരമായ അഖിൽമാര നിലപാടുകൾ പറയാറുള്ളത്. ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും തനിക്ക് അറിയാവുന്ന കാര്യങ്ങളും വെളിപ്പെടുത്തുകയാണ് അഖിൽ. കുറ്റവിമുക്തനായ ദിലീപ് അഖിൽ നേരിട്ട് പോയി സന്ദർശിച്ച് പിന്തുണ അറിയിച്ചിരുന്നു. അഖിൽ കുറിച്ചത് ഇങ്ങനെ: ഈ എഴുതുന്നതിന് വിധിന്യായത്തിലെ കണ്ടെത്തലുകളാണ്, എന്റെ സംശയങ്ങളല്ല. ആരാണ് ആ മേഡം? കോടതി പോലീസിനോട് ചോദിച്ച ചോദ്യമാണ്. കൊട്ടേഷൻ നൽകിയത് ഒരു സ്ത്രീ പറഞ്ഞിട്ടാണെന്ന് ആദ്യം മൊഴി കൊടുത്ത സുനി മാസങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് ദിലീപ് എന്ന് മാറ്റി പറഞ്ഞു. കേസിൽ ഗൂഢാലോചന ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മാളത്തെ രക്ഷിക്കാനായിരുന്നുവെന്ന സംശയം ഉയരുന്നു. പൾസർ സുനി കൃത്യം നടന്ന സമയത്ത് വിളിച്ച ശ്രീലക്ഷ്മിയെ പോലീസ് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല, ചോദ്യം ചെയ്തിട്ടില്ല, സാക്ഷിപ്പട്ടികയിൽ പോലും ചേർത്തിട്ടില്ല. മെമ്മറി കാർഡിലെ ഫയലിലെ ഹാഷ് വാല്യൂ മാറ്റിയിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും കോടതി എന്തിനാണ് ബൈജു പലൂസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കള്ളം പറഞ്ഞു? നുണപരിശോധന നടത്താൻ തയ്യാറാണെന്ന് ദിലീപ് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല? പണം ആവശ്യപ്പെട്ട് തനിക്ക് ഭീഷണി കോളുകൾ വരുന്നെന്ന ദിലീപിന്റെ പരാതി എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല? ഫോറൻസിക് ലാബ് ഉദ്യോഗസ്ഥൻ സുനിൽ എന്തിന് കോടതിയിൽ കള്ളം പറഞ്ഞു? റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ, റോഷി പാട്ട് ഇവരുമായി ചേർന്ന് ദിലീപിനെതിരെ നിൽക്കാൻ എന്തിനാണ് സുനിൽ ശ്രമിച്ചത്? അതിജീവിതയുടെ ഒരു ദൃശ്യവും പുറത്തുപോയിട്ടില്ലെന്ന് ഫോറൻസിക് തെളിവുകൾ ഉണ്ടായിട്ടും തന്റെ വീട്ടിൽ ഉച്ചത്തിൽ ശബ്ദം വെച്ച് ദൃശ്യങ്ങൾ കണ്ടുവെന്ന് എന്തിനാണ് മൊട്ട പ്രചരിപ്പിച്ചത്? കോടതി രേഖകൾ ദിലീപിനെ ഫോണിലുണ്ടെന്ന് ജനത്തെ എന്തിന് തെറ്റിദ്ധരിപ്പിച്ചു? ദിലീപിന്റെ ഫോണിൽ ഉണ്ടായിരുന്ന പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാകുന്ന രേഖകൾ മാത്രം. പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ചിത്രമെന്ന് വ്യാജേന ചിത്രങ്ങൾ എന്തിന് പ്രചരിപ്പിച്ചു? ഈ എല്ലാ കഥകളും പ്രചരിപ്പിച്ച മാധ്യമങ്ങളും ദിലീപിന്റെ ശത്രുക്കളും നടത്തിയ ഗൂഢാലോചന. അതിന് കൂട്ടുനിന്ന പോലീസും എല്ലാത്തിനെയും തൂക്കണം. സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരണം. തെറ്റിദ്ധരിക്കപ്പെട്ട ജനം സത്യം തിരിച്ചറിയണം. കോടതി വിധി ന്യായം. 30 അല്ല 3000 പേർ മൊഴി കൊടുത്താലും കൊടുത്ത മൊഴി എന്താണെന്ന് ആദ്യം അറിയണം. അപ്പോൾ മാത്രമേ അത് മാറ്റുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് അറിയാൻ പറ്റൂ. പല സാക്ഷികളും മൊഴി കൊടുത്തത് പറഞ്ഞ് പോലീസ് എഴുതി ചേർത്തു. ഇതിൽ ഭാമ പറഞ്ഞ ദിലീപ് നടിയെ പച്ചയ്ക്ക് കത്തിക്കും എന്ന മൊഴിയാണ്. പിന്നീട് ഭാമ ആ മൊഴി മാറ്റി. കാരണം ഭാമയോട് ഇത് പറഞ്ഞു കൊടുത്തത് രമ്യ നമ്പീശനും റീമാ കല്ലെങ്കിലുമാണ്. അന്നത്തെ സാഹചര്യത്തിൽ ഭാമ ഇവർ പറയുന്നത് കേട്ട് പോലീസിന്റെ അമ്മയിലെ അംഗങ്ങൾക്ക് മൊഴി കൊടുത്ത കൂട്ടത്തിൽ അന്നത്തെ വിഷയത്തിൽ മൊഴി കൊടുത്തു. എന്നാൽ പിന്നിലുള്ള നിന്നുള്ള ഇവരുടെ കളിയാണ് എന്ന ബോധപൂർവം വിട്ടുകൊടുത്തതാണെന്ന് തോന്നിയപ്പോൾ അതിന്റെ പേരിൽ കോടതി കയറേണ്ട ബുദ്ധിമുട്ട് വന്നപ്പോഴും ഞാനത് കേട്ടിട്ടില്ല, മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവാണെന്ന് മാറ്റുകയും ചെയ്തു. ഇത് എന്നോട് ഫാമ നേരിട്ട് പറഞ്ഞതാണ്. അവരെ അതിന്റെ പേരിൽ എന്തൊക്കെ അക്രമങ്ങൾ ഈ ടീമുകൾ നടത്തി. അതെന്താ അവരും സ്ത്രീയല്ലേ? ഇതുപോലെ പല മൊഴികൾ. ഇതിൽ പലതും പോലീസ് എഴുതി ചേർത്തതാ എന്നതാണ് അഖിൽമാരാർ പറഞ്ഞു.